വേഗമല്ല യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മളായിരുന്നിടത്തെല്ലാം കർത്താവ് പരിപാലിച്ച് ജയത്തോടെ നടത്തി നമ്മുടെ ഉള്ളങ്ങളെ അറിയുന്ന ആരാണ്? നമ്മുടെ ദൈവമാണ്. അപ്പോൾ നമ്മുടെ ഓരോ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മൾ ഹൃദയനിർഭരത്തോടെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ ഒരുപക്ഷെ നമ്മൾ മറ്റുള്ളവരോടത് പറയത്തില്ലായിരിക്കും. പക്ഷെ ആ പറയുന്ന ഒരാളുണ്ട്. നമ്മൾ ദൈവത്തോട് പറയുമ്പോൾ അതിൻ്റെ മറുപടി നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ ഓരോരുത്തരെയും കൺമണി പോലെ കാക്കുന്ന ദൈവം, നമ്മളെ ഓരോരുത്തരെ മാറോട് ചേർക്കുന്ന ദൈവം, ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തും. നമ്മളെ മുമ്പോട്ട് ചേർത്തോടെ നടത്താൻ ആർക്ക് സാധിക്കും? ദൈവത്തിന് സാധിക്കും. വഴിയും വാതിലും തുറന്ന് തരുവാൻ ആർക്ക് സാധിക്കും? ദൈവത്തിന് സാധിക്കും. ദൈവം ഒരു വാതിൽ തുറന്നു തന്നാൽ അതിനെ അടയ്ക്കുവാൻ ആർക്ക് സാധിക്കത്തില്ല. ദൈവത്തിൻ്റെ വഴി തികവുള്ളതാണ്. വീരത്തിനെ ജ്ഞാനത്തെ നിറയ്ക്കാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. അവൻ്റെ സന്നിധിയിൽ നമ്മൾ അർപ്പിക്കുന്ന സ്തോത്രയാഗങ്ങൾ എത്രയോ വലുതാണ്. യഹോവയെ നമ്മൾ എപ്പോഴും സ്തുതിക്കണം. സങ്കീർത്തനത്തിൽ ഏറ്റവും അവസാനത്തെ സങ്കീർത്തന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ യഹോവയെ സ്തുതിപ്പി എന്നാണ് പറയുന്നത്. അപ്പോൾ യഹോവയിൽ എത്രമാത്രം സ്തുതിച്ചാലും മതി വരത്തില്ല നമുക്ക്. കാരണം ആരാണ് യഹോവ? ആരാണ്? സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്, അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവ്, സ്തുത്യനാണ്. അതുകൊണ്ടാണ് ആരാധനയ്ക്ക് യോഗ്യനാണ്. നമ്മൾ ദിവ്യതി പരിശുദ്ധൻ എന്ന് പറയാം. പരിശുദ്ധൻ ആരാ? നമ്മുടെ ദൈവമാണ്. അതുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധനായ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പോൾ ആരാധിക്കുമ്പോൾ വിടുതലുണ്ട്, ആരാധിക്കുമ്പോൾ സൗഖ്യമുണ്ട്. സൗഖ്യവും വിടുതലും ഒക്കെ ലഭിക്കുന്ന ആരിൽ നിന്നാണ്? ദൈവത്തിൽ നിന്നാണ്. അപ്പോൾ ദാനിയേൽ ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിക്കുമായിരുന്നു. ഹന്ന ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിക്കുമായിരുന്നു. എസ്തേറിൻ്റെ പ്രയാസം ദൈവസന്നിധിയിൽ പകരുമായിരുന്നു. അപ്പോൾ ഇവരെയൊക്കെ ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ച് ജയത്തോടെ നടത്തുകയാണ് ചെയ്യുന്നത്. അത് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള വേദഭാഗങ്ങൾ നമ്മൾ വായിച്ച് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. യേശു ചെയ്ത അത്ഭുത പ്രവൃത്തികൾ ഒക്കെ നമുക്ക് യേശു എത്രയോ പേരെ സൗഖ്യമാക്കിയിരിക്കുന്നു. അതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഒരു ഉള്ളത്തിൽ പ്രത്യാശയാൽ നമ്മൾ നിറയണം. ഒരുമനപ്പെട്ട് നമ്മളോരോ വിഷയങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ട്, കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്ന വിഷയമുണ്ട്. അതിലൊക്കെയും പ്രവർത്തിച്ച് മറുപടി നൽകി തരുവാനായിട്ട് സർവശക്തനായ ദൈവത്തിന് സാധിക്കും. സർവ്വ ബഹുമാനവും സ്തോത്രവും ദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ ഓരോരുത്തരും ജീവിതയാത്ര ചെയ്യുവാനായിട്ട്. അപ്പോൾ നമുക്ക് ഭവനത്തിലാണെങ്കിലും ഒരാൾക്കൊരു ശരീരത്തിൻ്റെ ക്ഷീണം വന്നാൽ നമ്മൾ ആ ഭവനത്തിലുള്ള എല്ലാവരെയും ബാധിക്കുന്ന കാര്യമാണ്. നമ്മളെന്ത് ചെയ്യും? മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കും. ഇതിനൊന്നൊരു വിടുതൽ ദൈവമേ തരണേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. ആ വിടുതൽ കിട്ടിക്കഴിയുമ്പോൾ ആ ഭവനത്തിലുള്ള എല്ലാവർക്കും ഭയങ്കര ഒരു സന്തോഷമായിരിക്കും. അപ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന വിടുതൽ, നമ്മളിൽ ഉണ്ടാകുന്ന കൃപ, നമ്മളിലുണ്ടാകുന്ന രൂപാന്തരം ഇതെല്ലാം കണ്ട് സന്തോഷിക്കുന്ന ഒരാളുണ്ട്, നമ്മുടെ ദൈവം. ഈ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് ഓരോരുത്തർക്കും യാത്ര ചെയ്യാം. അതാണ് യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ, ജീവൻ വെച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരെയും ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളവരായി നമ്മൾ ജീവിക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ, ആത്മീയകാര്യങ്ങൾ നമ്മൾ ചെയ്യണം. പാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും അതിനെ വായിക്കുകയൊക്കെ ചെയ്ത് പോകുമ്പോൾ നമുക്ക് മനസ്സിന് എന്തോരം സന്തോഷമാണ്. നമ്മൾ കുറച്ച് നേരം ഇരുന്നൊന്ന് പ്രാർത്ഥിച്ച് അപ്പോൾ നമ്മുടെ മനസ്സിന് കുറേ ഒരു പീസ് സമാധാനം ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഭവനത്തിലുള്ളവർ സമാധാനത്തോടുകൂടി മുമ്പോട്ട് പോകണമെങ്കിൽ ആ ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുമ്പോട്ട് ജയത്തോടെ പോകാനായിട്ട് സാധിക്കും. നിങ്ങളെല്ലാം ഇരിക്കുന്നിടത്ത് കർത്താവ് പരിപാലിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. ഗോഡ് ബ്ലെസ് യു.